അപ്പം പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി എന്തെങ്കിലും ചെയ്തോളും. ചെയ്യുന്നത് നല്ല വിശ്വാസം എനിക്കുണ്ട്. പുള്ളി കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ആ കാട് പിടിച്ച് കിടന്ന അവിടെ ആണ്ട് പിള്ളേർ വരുന്നിടയില്ലേ, അവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അത് ഞാൻ അന്നേരം തന്നെ വാർത്ത കൊടുത്തു. പിറ്റേ ദിവസം തന്നെ പുള്ളി അത് മൊത്തം ക്ലീനാക്കി ആ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിപ്പം നല്ല ശക്തമായ മഴ ഇവിടെ എല്ലാം വെള്ളമല്ലേ, വഴിയിലല്ലേ? വഴിയാ പോയിരുന്നത്. ഈ പിള്ളേർ മുഴുവൻ നനഞ്ഞാ പോകുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് തലപ്പാടിയിലാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 2ാം വാർഡ്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡും കൂടെയാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 2ാം വാർഡ് തലപ്പാടി. ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിനോട് ചേർന്ന് ഒരു ചെറിയ റോഡാണ്, കുറച്ച് വീട്ടുകാർ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഇതിലെ ശക്തമായ ഉറവ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ട് തന്നെയാണ് വരുന്നത്. മഴയുടെ ഇപ്പം ഇന്ന് സ്വല്പം മഴ കുറഞ്ഞുകൊണ്ടാണ് ഇന്നിതിന് ശക്തി കുറവ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര അതിശക്തമായിട്ട് തന്നെ വെള്ളമൊഴുക്കാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഇവിടുന്ന് വരുന്ന വെള്ളം 2 സൈഡിൽ കൂടെ ഇതൊരു കോൺക്രീറ്റ് റോഡിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത് 2 സൈഡിലേക്കും വെള്ളം ഒഴുകി ഇത് വഴിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഇതിൻ്റെ നടുക്കൊരു ചെറിയ ഗ്രില്ലുണ്ട്. ആ ഗ്രില്ല് മുഴുവൻ ഈ മഴവെള്ളം വരുമ്പോഴത്തേന് അവിടുന്ന് മണ്ണ് വന്ന് അത് അടയുകയാണ്. ഇതിൻ്റെ ചെറിയ നടുക്ക് ഈ കാണുന്ന ഒരു ചെറിയൊരു ഗ്രില്ലാണ് വെള്ളം ഒഴുകി പോകാൻ വേണ്ടി. എന്നാൽ ഇത് ശകലം വലിപ്പം കൂട്ടുകയാണെങ്കിൽ ഈ വെള്ളം നേരെ കലുങ്കിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടോ മണ്ണ് വന്ന് അവിടെ വന്ന് അടിയും. ചെറിയ കമ്പിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുമൂലമാണ് ആ വെള്ളം വഴിയിലോട്ട് ഒഴുകുന്നത്. അപ്പം ഇതിനിവിടെ ഒരു വലിയ നല്ല വലിപ്പമുള്ളൊരു ഗ്രില്ലിടുകയാണെങ്കിൽ ഈ വെള്ളം അതുവഴി പോവുകയും ചെയ്യും. വാഹനങ്ങൾക്ക് അങ്ങോട്ട് കടന്നു പോവുകയും ചെയ്യും. അവിടെ ചെറിയ ഓട്ടോറിക്ഷയൊക്കെ ഇതിൽ കടന്നു പോകുന്നതാണ്. കുറേ വീട്ടുകാർ മുകളിൽ താമസിക്കുന്നുണ്ട്. അവരെല്ലാം ചിലപ്പം ഈ ഈ ഉറവ വെള്ളത്തിൽ കൂടെയാണ് നടന്നു വരുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ട കാഴ്ച തന്നെയാണിത്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം വന്ന് അടഞ്ഞു കിടക്കുകയാണ് മൊത്തം. പിന്നെ ഈ വെള്ളം ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ അത് ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഓടയിലേക്കാണ് ഇറങ്ങുന്നത്. PWDയുടെ റോഡിൻ്റെ സൈഡിൽ തന്നെ ഉള്ളൊരു ഓടയാണ്. ഇവിടെ തൊട്ട് വാതിക്ക് ഒരു സ്കൂളാണ്. അപ്പം ഈ ഓട ഉണ്ടോ നിങ്ങൾ കാണാം, ഇത് മൊത്തം മണ്ണ് വന്ന് മൊത്തം മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് സ്വല്പം അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഈ മണ്ണ് വന്ന് നികന്ന് ഓട ഇല്ലാതാകുകയാണ്. ഈ വെള്ളം വന്ന് നേരെ ഇറങ്ങുന്നത് തലപ്പാടി ജംഗ്ഷനിലേക്കാണ് ഇറങ്ങുന്നത്. ഇവിടെ 100 കണക്കിന് കുട്ടികളാണ് ബസ് കയറാനൊക്കെ വന്ന് നിൽക്കുന്നത്. ഇവിടെയാണ് തലപ്പാടിയിലെ SME കോളേജ്. അപ്പോൾ ഇത് കണ്ട്, ഇതാണ് ഇവിടുത്തെ ഓടയുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഈ ഓടയൊന്ന് തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ വെള്ളം ഓട വഴി പോകും. പക്ഷേ ഇവിടെ എല്ലാം വന്ന് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് മുകളിലോട്ടൊരു വഴിയാണ്. ഇത് മൊത്തൊരു വലിയ കുന്നാണ്. അവിടുന്ന് വരുന്ന ശക്തമായ വെള്ളവും ഇതിലെ തന്നെയാണ് ഇറങ്ങി വരുന്നത്. 2-3 കുന്നുകളുടെ നടുഭാഗമായിട്ടാണ് ഈ തലപ്പാടി ജംഗ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള വെള്ളം മുഴുവൻ വരുന്നത് ഇതിലെയാണ്. കണ്ടോ, ഇപ്പോൾ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇതൊരു തട്ടുകടയായിരുന്നു. പക്ഷേ അത് അവരിപ്പം തുറക്കുന്നില്ല. വെള്ളത്തിൻ്റെ ശല്യം കൊണ്ട് അവരിപ്പം തുറക്കുന്നില്ല. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ഓടയില്ല. മൊത്തം മണ്ണ് വന്ന് നികന്നുപോയി. അതിനുശേഷം ഇവിടെ തൊട്ട് സമീപത്തൊരു വെയിറ്റിംഗ് ഷെഡാണ്, തലപ്പാടി വെയിറ്റിംഗ് ഷെഡ്. എന്നാൽ ഈ വെയിറ്റിംഗ് ഷെഡിലോട്ട് ഒരു മനുഷ്യന് പോലും കയറി നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ചുറ്റും വെള്ളവും അതുപോലെ റോഡിലോട്ട് വെള്ളം കിടക്കുന്നുണ്ട്. വാഹനങ്ങളൊക്കെ സൈഡിൽ കൂടെ വരുമ്പം വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്നവർ മൊത്തം നനഞ്ഞ് കുളിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ വെയിറ്റിംഗ് ഷെഡ് ആരും ഉപയോഗിക്കുന്നില്ല. ഇതിപ്പോൾ ഇന്ന് മഴ കുറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ വെള്ളത്തിൻ്റെ ഇവിടുത്തെ, അല്ലെങ്കിൽ ഈ വഴിയിലോട്ടെല്ലാം ഇറങ്ങി വരും ഈ വെള്ളം. അതിശക്തമായിട്ടുള്ള വെള്ളം വരവാണ്. അപ്പോൾ ഇതുണ്ട്, ഇവിടെ ഒന്നും ഓടയില്ല. ഈ ഭാഗം നിങ്ങൾ കാണുമ്പോഴത്തേനറിയാം. അപ്പോൾ ഇത് മഴക്കാലത്തിന് മുമ്പ് തന്നെ ഒന്ന് ശുചീകരിക്കുകയായിരുന്നെങ്കിൽ ഇവിടുത്തെ ഈ പ്രശ്നം വെള്ളക്കെട്ടിൻ്റെ ഒഴിവായനെ. ഇത് ഏറെക്കുറെ ഒരു 8-10 വർഷമായിട്ട് തലപ്പാടിക്കാർ അനുഭവിക്കുന്ന ഒരു ദുരിതം തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ മീൻ കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നിർത്തിയെന്നാണ് പറഞ്ഞത്.
കാരണം വാഹനങ്ങളാണ് മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസാണ്. വാഹനങ്ങളൊക്കെ അമിത വേഗത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർ ഈ വെള്ള സൈഡ് നോക്കാറില്ല. അവർ ഈ വെള്ളത്തിൽ കൂടെ കയറി ഇവിടെ നിൽക്കുന്നവർ മുഴുവൻ നനഞ്ഞ് കുളിക്കും. അതുപോലെ സ്കൂളിലെ കുട്ടികൾ വരെ വെള്ളത്തിൽ നനഞ്ഞ് കുളിക്കാറുണ്ടെന്നാണ് ഇവിടുത്തെ സമീപവാസികൾ പറയുന്നത്. കണ്ടോ, ടോറസൊക്കെയാണ് ഈ സൈഡ് തീർത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പം വഴിയിലോട്ട് കുറച്ചും കൂടെ വെള്ളം അങ്ങ് ഇറങ്ങി വരികയാണ്. ഇവിടെ ഇപ്പോൾ ഓടയില്ല, ഈ ഭാഗത്ത് ഓടയില്ലാത്തൊരവസ്ഥയാണ്. ഉണ്ട്, ഇത്രയും വെള്ളം കെട്ടാണ്. ഇവിടുന്ന് പിന്നെ മണർകാടിൻ്റെ പരിധിയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാർഡും കൂടെ. അപ്പം പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി എന്തെങ്കിലും ചെയ്തോളും. ചെയ്യുന്നത് നല്ല വിചാരം എനിക്കുണ്ട്. പുള്ളി കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ആ കാട് പിടിച്ച് കിടന്ന അവിടെ ആണ്ട് പിള്ളേർ വരുന്നിടയില്ലേ, അവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അത് ഞാൻ അന്നേരം തന്നെ വാർത്ത കൊടുത്തു. പിറ്റേ ദിവസം തന്നെ പുള്ളി അത് മൊത്തം ക്ലീനാക്കി ആ കാര്യങ്ങളൊക്കെ ചെയ്യും. ആ, ഇതിപ്പം നല്ല ശക്തമായ മഴ ഇവിടെ എല്ലാം വെള്ളമല്ലേ, ഒരാൾക്കൊപ്പം വെള്ളം വഴിയിലല്ലേ. ഈ കോളേജ് വെള്ളം നനഞ്ഞാ തോട്ടിൽ കൂടെ വരുന്ന വെള്ളം മുഴുവൻ വഴിയാ പോയിരുന്നത്. ഈ പിള്ളേർ മുഴുവൻ നനഞ്ഞാ പോകുന്നത്. വെള്ളം നനഞ്ഞാ പോകുന്നത്. ആരും പരാതിക്കാതെ ആരും നമുക്ക് ശരിയാക്കാന്ന്. ആ വെള്ളം ഇറക്കി തോട്ടിൽ പോകും. ആ, വഴി കൊതുക് അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം, ആ വെള്ളം മാറ്റി വിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം എന്നെ ചെയ്ത് ഓട തുറക്കുവാണെങ്കിൽ തുറന്നു. അല്ല, ഈ അവിടെ തൊട്ട് ഓട ക്ലീൻ ആക്കണം. ഓട മൊത്തം മണ്ണ് മൊത്തം മൂടി കിടക്കുക. എവിടെയെല്ലാം ഒരു ബോട്ടിൽ കൊണ്ടുപോയിട്ട് നടത്തിയിട്ടില്ല. ഇപ്പൊ ഇവിടെ തട്ടുകട മീൻകടയൊക്കെ ഉണ്ട്. ഇപ്പൊ ഇല്ല, മഴ കാരണം ഇത് കാരണമായിരിക്കും നിന്നുപോയി. വന്ന് വില കയറി തടഞ്ഞിട്ട് ഇതിലെ പോരും അതും ഇല്ല, ഇതിലെ പോരും അതും ഇല്ല. ശരിയാകും, നമുക്ക് ശ്രദ്ധപ്പെടുത്തിയേക്കാം കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നത് പ്രസിഡന്റിന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പരിഹാരമുണ്ടാവുമെന്നാണ്.